ഞങ്ങൾ നടത്തിയ ഒരു ഗവി യാത്രയുടെ വിവരണമാണ്. യാദൃശ്ചികമായി ഒരു ദിവസം എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. പോകാതെ ഇരുന്നായിരുന്നെ നഷ്ടമായേനെ. ഞങ്ങൾ രാവിലെ 6 മണിക്ക് 5 പേര് ഇവിടുന്ന് പാലാ, ഭരണങ്ങാനം, ഈരാറ്റുപേട്ട, എരുമേലി കൂടി അങ്ങാമൂഴി ചെന്നു. അങ്ങാമൂഴിയിൽ ചെന്ന് പാസ് എടുത്ത്, നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പാസ് എടുത്ത് യാത്ര തുടർന്നു. വനത്തിക്കുഴി ഏകദേശം 80 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അവർ പറഞ്ഞ കുറേ നിർദ്ദേശങ്ങൾ നൽകി. എല്ലാ വളവുകളും ശ്രദ്ധിച്ചോണം, വണ്ടി നിർത്തരുത്, മാത്രമല്ല 80 കിലോമീറ്റർ ഉണ്ട്, ഭക്ഷണം കരുതിക്കോണം എന്ന് പറഞ്ഞു. ഭക്ഷണം ഞങ്ങൾ അവിടെ അടുത്തൊരു ചേച്ചി കൊടുക്കുന്നുണ്ടായിരുന്നു, അത് കൂട്ട് വാങ്ങിച്ചു. ആദ്യം എല്ലാവരും പറഞ്ഞു, ഇതെന്തിനപ്പോഴേ ഇത്ര രാവിലെ ഭക്ഷണം വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട എന്ന് എല്ലാവരും പറഞ്ഞു. എങ്കിലും വണ്ടിയിൽ ഭക്ഷണം വെച്ചു. ആവി വറുക്കുന്ന ആനപ്പിണ്ടങ്ങൾ വഴിനീളെ കിടക്കുന്നു, കാട്ടുപോത്തിന്റെ ചാണകം എല്ലാം കിടക്കുന്നു. ആദ്യം പോയ വണ്ടികൾ പോകാൻ തുടങ്ങിയപ്പം എല്ലാ മൃഗങ്ങളും റോഡിൽ നിന്ന് കരയ്ക്കോട്ട് കയറി. അത് കാരണം ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചില്ല. ഭയങ്കര മഞ്ഞ്, കോട എല്ലാം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് കുറെ യാത്ര ചെയ്ത് ജലവൈദ്യുതി പദ്ധതിയുടെ പെൻറ്റോക്കും എല്ലാം കണ്ട് നല്ല അടിപൊളി യാത്രയായിരുന്നു. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു യാത്ര. ഗവി ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഗവി ടൗൺ എന്ന് പറയാൻ ടൗണ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു കട, പോസ്റ്റ് ഓഫീസ്, 2-3 കടകള്, ഇത് മാത്രമേ ഉള്ളൂ. ഒരു അമ്പലം ഉണ്ട്. 5 ഡാമിന്റെ മുകളിൽ കൂടിയാണ് വണ്ടി യാത്ര ചെയ്യുന്നത്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ഉള്ള ഗവി ഒരു ഉഷ്ണമേഖല വനമാണ്. മൂടൽമഞ്ഞുള്ള പർവ്വതങ്ങളും സസ്യജാലങ്ങളുടെ സമൃദ്ധിയും നല്ല പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ സമ്പന്നമായ വന്യജീവജാലങ്ങളും ഗവിയെ ഒരു ഇക്കോ ടൂറിസത്തിന് അനുയോജ്യമാക്കുന്നു. ഗവി ഒരു പ്രകൃതി സ്നേഹികളുടെ പറുദീസയാണ്. ഗവിയിൽ സന്ദർശിക്കാൻ നിരവധി സ്ഥലങ്ങളുണ്ട്. വൈവിധ്യമാർന്ന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. ഗ്രേറ്റ് ഇന്ത്യൻ വേഴാമ്പലുകൾ, പൊന്മാന്, മരപ്പെട്ടികൾ, മൈനകൾ, കുക്കുവകൾ എന്നിവയുടെ 250-നും 300-നും ഇടയിൽ വ്യത്യസ്ത ഇനങ്ങൾ പക്ഷികൾ ഈ പ്രദേശത്ത് വസിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. കോർമേറ്റുകൾ, താറാവുകൾ, ബാസാർഡുകൾ, കഴുകന്മാർ എന്നിവയുടെ വ്യത്യസ്ത ഇനങ്ങളും, കാട്ടുകോഴികൾ, സാൻഡ് പൈപ്പറുകൾ, പ്രാവുകളും മൂങ്ങകളും, ഇന്ത്യൻ റോളറുകളും, തേനീച്ച, ഓറിയോൺസ് എന്നിങ്ങനെ പട്ടിക നീളുന്നു. ഗവി നിയന്ത്രിത പെരിയാർ കടുവ സങ്കേതത്തിന് കീഴിലാണ് ഉൾപ്പെടുന്നത്. വനത്തിലേക്കുള്ള പ്രവേശനം വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് വിധം എണ്ണം വാഹന പെർമിറ്റുകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. എൻട്രി പാസ് ലഭിക്കാൻ സന്ദർശകർ 8 മണിക്ക് മുമ്പ് ആങ്ങമൂഴിയിലെ ചെക്ക് പോസ്റ്റിൽ എത്തണം, അല്ലെങ്കിൽ ഓൺലൈനായി ബുക്ക് ചെയ്യണം. അതുപോലെ ഇടുക്കിയിൽ നിന്ന് കുമളി, വണ്ടിപ്പെരിയാർ വഴി ഇവിടെ എത്താം. നിബിഡ വനമേഖലയിലൂടെയുള്ള യാത്ര പനോരമയ്ക്ക് കാഴ്ചകൾ അതിമനോഹരമാണ്. റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക വ്യൂ പോയിന്റുകൾ കാറുകൾക്ക് പാർക്ക് ചെയ്യുവാനും നിങ്ങളെ അനുവദിക്കുന്നു. ഇവിടുത്തെ വന്യജീവികളിൽ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം കടുവകൾ, പുള്ളിപ്പുലികൾ, ആനകളും കരടികളും ഇന്ത്യൻ കാട്ടുപോത്തുകളും അടങ്ങിയിരിക്കുന്നു. പുള്ളിമാൻ, കുരങ്ങന്മാർ തുടങ്ങിയ വംശനാശത്തിന്റെ വക്കിലുള്ള നീലഗിരി തഹറും, സിംഹവാലൻ മക്കാക്കുകളും, മലബാർ ഭീമനെണ്ണാൻ, പിടികിട്ടാത്ത നീലഗിരി മാർട്ടൻ, കുറുക്കൻ, നിങ്ങളെ ആകർഷിക്കാൻ മതിയായ മൃഗങ്ങളുണ്ട്. ഈ അപൂർവ ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണുന്നത് ഒരു ഹൃദ്യമായ അനുഭൂതിയാണ്. ഇവിടെ ട്രെക്കിംഗ് ഏറ്റവും പ്രശസ്തമായ വിനോദങ്ങളിൽ ഒന്നാണ്. വിശാലമായ കുന്നിൻ പ്രദേശം വനം പരിവേഷണം ചെയ്യാനും അതിൻ്റെ വിസ്മയകരമായ ഭൂപ്രകൃതി കാണുവാനും നമ്മളെ സഹായിക്കുന്നു. ഉച്ചത്തിലുള്ള ശ്രുതിമധുരമായ ആരവവും കാടിനുള്ളിലെ നിത്യവാസികളായി ഈ പക്ഷികൾ നമുക്ക് സമ്മാനിക്കുന്നു. കുന്നുകൾക്കിടയിലുള്ള കാടിന് വെളിയിൽ ക്യാമ്പ് ചെയ്യുന്നത് ആവേശം മറ്റു തലത്തിലേക്ക് ഉയർത്തും. നവംബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ സന്ദർശകർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. എന്നിരുന്നാലും ഷെഡ്യൂൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമ്പിന് അനുവദിക്കുകയുള്ളൂ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മാന്യമായ നിരവധി താമസ സൗകര്യങ്ങളുമുണ്ട്. ഇവ വാടകയ്ക്ക് നൽകുന്നതുമാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ട്രീ ഹൗസ് താമസസ്ഥലമോ ക്യാമ്പ് സൈറ്റോ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. നിങ്ങൾ സ്വന്തമായി ഭക്ഷണം കൊണ്ടുപോകുന്നതായിരിക്കും ഉചിതം. ഭക്ഷണം ലഭ്യമാണെങ്കിലും ഓപ്ഷൻസ് കുറവാണ്. മദ്യനിരോധിത മേഖലയാണ്. സന്ദർശകർ നിരോധിത പ്രദേശത്ത് മദ്യം കൊണ്ടുപോകരുത്. ഗവി ആർക്കും ശുപാർശ ചെയ്യാൻ തക്ക സ്ഥലമാണ്. പ്രകൃതിയുടെ സൗന്ദര്യം അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഗവിയിൽ നമുക്ക് കാണുവാനുള്ളത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം പോയത് അറിയുന്നില്ല. കൊണ്ടുപോയ ഭക്ഷണം, ആ ചേച്ചിയോട് വാങ്ങിച്ച ഭക്ഷണം ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും
എല്ലാവരും പൊതിയഴിച്ച് അവിടെ കൂട്ടിയിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. 6-7 കൂട്ടം കറികൾ വാഴ ഇലയ്ക്കകത്ത് വാട്ടി പാക്ക് ചെയ്തിരുന്നു. സൂപ്പർ ഭക്ഷണമായിരുന്നു ഊണ്. അപ്പോൾ അവിടെ വന്നൊരു സാറ് പറഞ്ഞു, വേസ്റ്റ് ഒന്നും ഇട്ടേക്കരുതെന്ന് പറഞ്ഞു. മാത്രമല്ല ഗവി എന്ന് പറഞ്ഞാൽ എത്ര നീറ്റായിട്ടാ ഫോറസ്റ്റുകാർ നോക്കുന്നതെന്ന് അറിയാവോ? യാതൊരു വേസ്റ്റുകളും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ ആനപ്പിണ്ടം, ചാണകം മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു വേസ്റ്റും ഒരു കടലാസോ പ്ലാസ്റ്റിക്കുകളോ യാതൊന്നുമില്ല. അത്ര നീറ്റായി ഈ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കാതിരിക്കാൻ സാധിക്കില്ല. അത്രയും മനോഹരമായി ആണ് അവർ സംരക്ഷിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി ഗവി ഒന്ന് കാണണം. അത്ര നല്ല പ്ലേസാണ്. ഒന്ന് കാണാമത്. ഒരു ദിവസം പോയതറിഞ്ഞില്ല. യാതൊരു ടെൻഷനും ഇല്ലാതെ വനത്തിലോട്ട് കയറി. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രാവിലെ 9 മണിയായപ്പോൾ ചെന്ന് കയറിയതാണ് വനത്തിൽ. ഡാമുകളും സകല വ്യൂ പോയിന്റുകളിൽ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് മൃഗങ്ങളെയും കണ്ട് യാത്ര തുടർന്നു. അവസാനം വന്ന് വണ്ടിപ്പെരിയാർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്നു. അവിടുന്ന് പിന്നെ തിരിച്ച് യാത്ര ചെയ്ത് സന്ധ്യയായപ്പോഴത്തേനും അവനവൻ്റെ വീടുകളിലെത്തി. മനോഹരമായ കാഴ്ചകളാണ് ഗവി നമുക്ക് സമ്മാനിക്കുന്നത്. ബസ്സിന് വരാം. പത്തനംതിട്ടയിൽ നിന്ന് കുമളിക്കുള്ള ബസ് ഗവിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, വനത്തിലൂടെ. അതിന് പകരം ഡ്രൈവർമാർ വണ്ടി നിർത്തി എല്ലാ കാര്യങ്ങളും യാത്രക്കാർക്ക് പറഞ്ഞു കൊടുക്കും. വന്നാലും കാണാം. സ്വന്തമായി വണ്ടിയിൽ പോവാമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് എല്ലാം കണ്ടാസ്വദിച്ച് പോവാം. അതിൻ്റെ സമയങ്ങൾ വണ്ടിപ്പെരിയാർ അല്ലയോ ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് കുമളിക്ക് വണ്ടിയുണ്ട്. കുമളിയിൽ നിന്ന് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് വണ്ടിയുണ്ട്. ഞങ്ങൾ 1-2 ട്രാൻസ്പോർട്ട് ബസ്സുകൾ കണ്ടു വനത്തിലൂടെ ഓടുന്നത്. ഡാമിൻ്റെ അവിടെ എല്ലാം നിർത്തി എല്ലാവരെയും കാണിച്ചാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായി ആ ഗവി യാത്ര ആഘോഷിച്ചു.